ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊള്ളുന്നു. ഏതായാലും ഇന്നലത്തെ ഒരു വീക്കിലി എക്സ്പയറിയിലേക്ക് നോക്കുമ്പോൾ തീർച്ചയായിട്ടും കൂടുതലായിട്ടും ഒരു ഫ്ലാറ്റ് ടോണിലായിരുന്നു വിപണിയിൽ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു ഫ്ലാറ്റ് ലോ ടോണിൽ 25,169.5 എന്ന നിലയിലാണ് ഇന്നലെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും അതിനോടൊപ്പം തന്നെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് എത്തുന്നത് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം to the show. Morning Anla, morning viewers. Yes. സർ, ഇന്നലത്തെ ഒരു US മാർക്കറ്റിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ തീർച്ചയായിട്ടും ഒരു അനിവാര്യമായിട്ടൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിലേക്കായിരുന്നു കടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡൗ ജോൺസ് സൂചികയിൽ ഒരു ഫ്ലാറ്റ് ലോ ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നാസ്ഡാക്ക് ആണെങ്കിലും ശരി, അതിനോടൊപ്പം തന്നെ S&P 500 സൂചികയാണെങ്കിലും 0.5% മുകളിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായിട്ടുള്ള മുന്നേറ്റമായിരുന്നു കഴിഞ്ഞ കുറേ ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് ഈ ഒരു അമേരിക്കൻ വിപണികൾ പൊതുവേ കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ടെക് ഹെവി ആയിട്ടുള്ള ഇൻഡിസസുകളിൽ അമേരിക്കൻ വിപണിയിൽ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിൻ്റെ സീസൺ ആരംഭിച്ചിട്ടുണ്ടോ, അതോ വീണ്ടും ഇതൊരു താൽക്കാലികമായിട്ട് ഇടവേള മാത്രമാണോ? ഇവിടുന്ന് വീണ്ടും ഒരു കുതിപ്പ് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് എക്സ്ട്രീംലി ഷോർട്ട് ടേം ചാർട്ട്സ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഓവർ ഹീറ്റഡ് റീഡിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഇന്നലെ ഒരു പുതിയ ഓൾ ടൈം ഹൈ ആണ് 46,714 കാണാൻ സാധിച്ചത്. അതിനെ തുടർന്നായിരുന്നു നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. 46,000 പോയിന്റ് സപ്പോർട്ടായിരിക്കണം. ഡൗ ജോൺസ് ഇൻഡെക്സ് ഈ ആഴ്ച 46ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് കുറെ കൂടെ വീക്ക്നെസ് കാണാൻ സാധിക്കും. അതേസമയം നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ തുടക്കം മുതൽ തന്നെ നമുക്ക് അല്പം വീക്ക്നെസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. 24,400 സപ്പോർട്ടായിരിക്കാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഇന്നത്തെ വ്യാപാരത്തിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം അമേരിക്കൻ വിപണിയിൽ ലഭിക്കുമെന്ന്. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ചും ഗോൾഡിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ വീണ്ടും ഒരു ഓൾ ടൈം ഹൈയിലേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം രാവിലെ നമ്മൾ സംസാരിച്ച അതേ സമയത്ത് തന്നെ അതിനുശേഷം വീണ്ടും $3,791 എന്നൊരു നിലയിലേക്ക് പുതിയൊരു ഓൾ ടൈം ഹൈയിലേക്ക് ഓൾമോസ്റ്റ് ഒരു $3,800 എന്നൊരു സൈക്കോളജിക്കൽ ലെവലിന് അടുത്തേക്ക് ഉയരാനായിട്ട് ഗോൾഡിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഗോൾഡിനെ സംബന്ധിച്ചിട്ട് പല അനലിസ്റ്റുകളും ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത് വളരെ ഓവർബോട്ടായിട്ടൊരു സോണിലേക്കാണ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഗോൾഡിൽ ഒരു പക്ഷേ ഒരു ബബിൾ മാർക്കറ്റ് ഫോം ചെയ്തേക്കാം എന്ന തരത്തിലുള്ള പല വാദങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ അഗൈൻ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. യൂഷ്വലി നമ്മൾ മാർക്കറ്റിൽ കാണുന്നത് ഡൗ ജോൺസ് ഇൻഡെക്സ് നാസ്ഡാക്ക് ഉയരുന്ന സമയത്ത് സ്വർണത്തിന്റെ വില ഇടിയുന്നതായിട്ട് അല്ലെങ്കിൽ കറക്ഷൻ കാണാറുണ്ട്. ബട്ട് കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ബോത്ത് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസസും അതേപോലെ തന്നെ സ്വർണവും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പ്രധാന ഒരു കാരണം ഇസ് ദ വീക്ക്നെസ് ഇൻ ദ അമേരിക്കൻ ഡോളർ. അമേരിക്കൻ ഡോളറിന്റെ ഔട്ട്ലുക്ക് കണ്ടിന്യൂസ് ടു ബി എക്സ്ട്രീംലി വീക്ക് ആൻഡ് ബെയറിഷ്. സ്വർണത്തിന്റെ കേസിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ബട്ട് ഷോർട്ട് ടേം ട്രേഡിംഗിന് നമ്മൾ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ $3,760 സപ്പോർട്ടായിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. താങ്കളിപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഡോളർ ഇപ്പോൾ ഒരു വീക്ക് സ്റ്റേറ്റിലേക്കാണെന്ന്. പക്ഷേ നമ്മളുടെ ഒരു ഇന്ത്യൻ രൂപയായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഡോളറിനെതിരെ തുടർച്ചയായിട്ടുള്ളൊരു ഓൾ ടൈം ലോയിലേക്കാണ് ഇന്ത്യൻ രൂപ, അതായത് USD/INR പെയർ എത്തിയിരിക്കുന്നത്. ഇന്നലെയും ഒരു ഓൾ ടൈം ലോയിലേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. രൂപയുടെ ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പ്രത്യേകിച്ചും ഡോളർ ഇപ്പോൾ പൊതുവെ പറയുമ്പോൾ വീക്ക് സ്റ്റേറ്റിലാണെങ്കിൽ രൂപ എന്തുകൊണ്ടാണ് ഇത്രയധികം ഇടിയുന്നത്? അല്ല, പറഞ്ഞ വളരെ ശരിയാ. ഇന്ത്യൻ റുപ്പിയുടെ ഔട്ട്ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്റെ ഒരു അനാലിസിസ് പ്രകാരം ഇന്ത്യൻ റുപ്പി 89 രൂപ വരെ ഡിപ്രീഷിയേറ്റ് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഒരു പ്രധാന ഒരു കാരണം ഐ തിങ്ക് ഇസ് ബിക്കോസ് സാധാരണ ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫോറക്സ് മാർക്കറ്റിൽ ഇടപെടാറുണ്ട്. ബട്ട് കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കാര്യമായിട്ടൊരു ഇന്റർവെൻഷൻ നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യൻ റുപ്പിയിൽ ഇത്രത്തോളം ഒരു ഡിപ്രിസിയേഷൻ കാണാൻ സാധിക്കുന്നത്. ഇത് ഒരുപക്ഷെ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. കാര്യം ഡൊണാൾഡ് ട്രംപ് ഇത്രത്തോളം വലിയ ടാരിഫ് ഇന്ത്യയുടെ പുറത്ത് ഇമ്പോസ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ എക്സ്പോർട്സ് കോമ്പറ്റേറ്റീവ് ആക്കാൻ ഒരു മെത്തേഡ് ഇസ് ടു മേക്ക് ദ കറൻസി ഡിപ്രിഷിയേറ്റ്.
ഇനി അതിനോടൊപ്പം തന്നെ നമുക്ക് ക്രൂഡിലേക്ക് വരികയാണ്. ക്രൂഡിനെ സംബന്ധിച്ചിട്ട് ഇന്നിപ്പോൾ വളരെ ഫ്ലാറ്റായ ഒരു ടോണിലാണ് WTI ക്രൂഡ് ആണെങ്കിലും ശരി, ബ്രെന്റ് ക്രൂഡ് ആണെങ്കിലും ട്രേഡിംഗ് നടന്നു വരുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ക്രൂഡ് ഓയിലിന്റെ കേസിൽ സൈഡ്വേസ് പാറ്റേൺ തുടരുന്നു. ദാറ്റ് ഇസ് ഇൻ ദ വെരി വെരി ഷോർട്ട് ടേം. ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പോർഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് $61. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ സപ്പോർട്ട് $55 കാണാൻ സാധിക്കുന്നുള്ളൂ. നമുക്ക് ഷോർട്ട് ടേമിൽ നമുക്കൊരു ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കാമെങ്കിൽ $65 ലെവൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ബട്ട് നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കണമെങ്കിൽ $67 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ 25,169.5 എന്ന നിലയിലാണ് ഇന്നലെ ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും കഴിഞ്ഞൊരു വ്യാഴാഴ്ച 25,434 എന്നൊരു ലെവലിലേക്ക് നല്ല മികച്ചൊരു മുന്നേറ്റം നടത്തിയതിനു ശേഷം പിന്നീട് ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ടുള്ളൊരു ഇടിവാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇതേ ഫോർത്തിൽ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 25,000 എന്നൊരു ലെവലായിരിക്കും നിഫ്റ്റി 50യെ സംബന്ധിച്ചിട്ടുള്ളൊരു ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തുടർച്ചയായിട്ടുള്ളൊരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു നോർമലൈസ്ഡ് ആയിട്ടുള്ള പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രമാണോ, അതോ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷറിലേക്കാണോ നിഫ്റ്റി നീങ്ങുന്നത്? എനിക്ക് തോന്നുന്നില്ല അനില. ബിക്കോസ് നിഫ്റ്റിയുടെ കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിലെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലൈൻസിൽ മാത്രമേ ഈ ട്രേഡിംഗ് നടക്കുന്നുള്ളൂ. ആൻഡ് ഈ ഒരു കറക്ഷൻ ആയിരിക്കാം നമ്മൾ ഈ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത്. നിഫ്റ്റി 50 നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഇന്നലത്തെ ലോവസ്റ്റ് ലെവൽ നോക്കുമ്പോഴേക്കും നമുക്ക് 20,084, അതായത് അനില സൂചിപ്പിച്ച 25,000 പോയിന്റ് വളരെ അടുത്തോട്ട് വന്നിട്ടുണ്ട്. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല 24,800, 25,000 ഈ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുമെന്ന്. സോ നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫൈനാൻഷ്യൽസ് കാഴ്ചവെച്ചിരിക്കുന്ന കമ്പനികളുടെ സ്റ്റോക്സിൽ നമ്മൾ സ്റ്റഡി ചെയ്യുക. അത്തരം സ്റ്റോക്സിലോട്ട് നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാനും അവസരങ്ങൾ ലഭിക്കും. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിലെ നിഫ്റ്റിയുടെ പെർഫോമൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു ബെറ്റർ ആയിട്ടൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 55,509.75 എന്ന നിലയിലാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 11 മണിക്ക് ശേഷം കൃത്യമായിട്ടുള്ള അപ്സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീട് ഒരു ഡേ ഹൈയിലേക്ക് എത്തിയതിനു ശേഷം പിന്നീട് വളരെ നേരിയ തോതിലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കണ്ടിരുന്നത്. നിഫ്റ്റി ബാങ്കിൻ്റെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തുടർന്ന് വന്ന ആ ഒരു അണ്ടർ പെർഫോമൻസ് ഏരിയയിൽ നിന്ന് ഒരു ട്രെൻഡ് റിവേഴ്സൽ ഒരു സാധ്യത കാണുന്നുണ്ടോ? അല്ല, നമ്മൾ നിഫ്റ്റി ബാങ്കിലോട്ട് വരുന്നതിന് മുൻപ് നമുക്ക് നിഫ്റ്റി 50യെ കുറിച്ച് തന്നെ അതിന്റെ അപ്സൈഡ് പൊട്ടൻഷ്യലിനെ കുറിച്ച് ഒരു മിനിറ്റ് സംസാരിക്കാം. സോ നിഫ്റ്റി 50 ഇൻഡെക്സിൽ ഈ ആഴ്ച നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 25,300 പോയിന്റ് ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ നിഫ്റ്റി 50ക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 25,500, 25,600, 25,800, അതിനുശേഷം 25,900. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി 50യിൽ നമുക്കൊരു ബുള്ളിഷ് ബ്രേക്ക്ഔട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഒത്തിരി അപ്സൈഡ് പൊട്ടൻഷ്യൽ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ലെറ്റ് us വെയിറ്റ് ഫോർ ദ ട്രെൻഡ് റിവേഴ്സൽ. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നിഫ്റ്റിയേക്കാൾ വളരെ മികച്ച ഒരു ബുള്ളിഷ് സെറ്റപ്പ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 25,675 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് 400 മുതൽ 600 പോയിന്റിന്റെ നേട്ടം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ പ്രതീക്ഷിക്കാം. ഇന്നലെ വീണ്ടും PSU ബാങ്ക് ഇൻഡെക്സിൽ നമുക്ക് കൃത്യമായിട്ടൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു ഇന്നലത്തെ ഒരു ബെസ്റ്റ് പെർഫോമിംഗ് സെക്ടർ എന്ന് വേണമെങ്കിൽ PSU ബാങ്ക് ഇൻഡെക്സിനെ സൂചിപ്പിക്കാം. 1.09% ഒരു നേട്ടമാണ് നൽകിയിരിക്കുന്നത്. ഏകദേശം 11 മണിയോട് രാവിലെ മുതൽ തന്നെ ഏകദേശം, അതായത് ഇനീഷ്യൽ അവേഴ്സ് തൊട്ട് തന്നെ മറ്റ് സെക്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു ഹൈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ഇൻഡെക്സിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. PSU ബാങ്ക് ഇൻഡെക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? PSU bank index in the case outlook is extremely bullish. So PSU banking stocks in North American, PSU bank stocks and it is a State Bank of India. At this point, PSU bank index a weakness in government sadhikununda, and especially now the long questions edukan sadhikundu correction nadakkunna samayathu nammal State Bank of India stock ഒരിക്കലും വിട്ട് കളയരുത്. അതിനോടൊപ്പം തന്നെ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഇന്നലത്തെ ട്രേഡിൽ ഫോം ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് പഞ്ചാബ് നാഷണൽ ബാങ്ക്.
പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 115, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 116, 118 ഇതായിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽസ്. സർ, അതിനൊപ്പം തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് കൂടി വരികയാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഒരു 0.5% മുകളിൽ ഒരു നേട്ടം നൽകിക്കൊണ്ടായിരുന്നു ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബാങ്ക് ഓഫ് ഇന്ത്യ ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 122. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 124, 126, 130. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 116 ആയിരിക്കും. സർ, തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ദിവസവും IT ഇൻഡെക്സിൽ ഒരു ഇടിവ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടൊരു തലവേദന സൃഷ്ടിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. IT യെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഏകദേശം 251 പോയിന്റ്സിൻ്റെ ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. IT ഇൻഡെക്സിലുള്ള ഒരു ഇടിവിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സോ നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയർഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ട് കാണുന്നത്. നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷനാണ് കാണാൻ ഇടയായത്. ആൻഡ് ഇന്നലത്തെ ആ ഒരു ഇടിവിനെ തുടർന്ന് വളരെ മേജർ സപ്പോർട്ട് ലെവലായിട്ടുള്ള 35,300 പോയിന്റ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നു. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല 35,300 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. എങ്കിലും നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് ഈ ഒരു ഇൻഡെക്സിൽ ലഭിക്കണമെങ്കിൽ 35,700 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 36,450, 37,000. അതിനുശേഷം വളരെ മേജർ റെസിസ്റ്റൻസ് 38,000. 38,000 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. സർ, അതിൽ തന്നെ TCS ഓഹരികളിലേക്കാണ് വരുന്നത്. TCS സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും സെപ്റ്റംബർ 22, അതായത് ഈ H1B വിസയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ വന്നതിന് പിന്നാലെ നിഫ്റ്റി IT ഇൻഡെക്സിൽ ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടായിരുന്നു. അതേ ഒരു റിഫ്ലക്ഷൻ തന്നെ ഈ ഒരു TCS ഓഹരികളിലും ഉണ്ടായിരുന്നു. ഈ ഒരു വീക്ക് പൊതുവേ പരിശോധിക്കുകയാണ് വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ നേരിട്ടൊരു ഓഹരി കൂടിയാണിത്. TCSലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, പറഞ്ഞതുപോലെ തന്നെ TCS is a mirror image of Nifty IT index. ആൻഡ് നിഫ്റ്റി TCSന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായി തുടരുന്നു. TCSന്റെ കേസിൽ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 3,110 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 3,150, 3,190. 3,190 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് അതിനുശേഷം മേജർ ഹേർഡിൽസ് ഫേസ് ചെയ്യാൻ പോകുന്ന 3,300, 3,450, 3,500. 3,500 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രം ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സർ, അതിനൊപ്പം തന്നെ വിപ്രോയിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ഷെയർ ചെയ്യാമോ? വിപ്രോയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇതിന്റെ ഒരു ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുണ്ട്. At this point, long-term trend bearish, short-term trend sideways ആയി തുടരുന്നു. അൺലൈക്ക് TCS, വിപ്രോയുടെ കേസിൽ എനിക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ 268 റെസിസ്റ്റൻസ് ആയിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 238 സപ്പോർട്ടും ശ്രദ്ധിച്ചിരിക്കണം. സർ, അതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരുന്നത് സ്വിഗ്ഗിയിലേക്കാണ്. സ്വിഗ്ഗിയെ സംബന്ധിച്ചിട്ട് റാപ്പിഡോയിലുള്ള അവരുടെ സ്റ്റേക്സ് ഒരു സെല് ചെയ്യാൻ, ഒരു പോർഷൻ സെല് ചെയ്യാനായിട്ടുള്ള തീരുമാനം എത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഇത്തരം ലഭിക്കുന്നൊരു തുക അവരുടെ ക്യാഷ് ബാലൻസിൽ വലിയ തോതിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഏകദേശം ഒരു 6 ക്വാർട്ടേഴ്സ് വരെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു സാധ്യതയുമാണ് കാണുന്നത്. ഇനി സൊമാറ്റോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും സ്വിഗ്ഗിയുടെ ഒരു വാല്യൂഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഭേദപ്പെട്ടൊരു നിലയിലാണ് നിൽക്കുന്നത്. സ്വിഗ്ഗിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ഫ്ലാറ്റിഷ് ആയ ഒരു ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സ്വിഗ്ഗി ഓഹരികളുള്ള താങ്കളുടെ ഒരു ലോങ് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സ്വിഗ്ഗിയുടെ കേസിൽ കഴിഞ്ഞ 2-3 മാസമായിട്ട് നമുക്ക് ശക്തമായിട്ട് ഒരു ബൈങ് ഇൻട്രസ്റ്റ് വന്നതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ ട്രേഡിങ്ങിന് ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 454 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 460, 475, 480, 490. 490 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വളരെ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കും.
സർ അതിനൊപ്പം തന്നെ മറ്റു ചില ഓഹരികളിലേക്ക് കൂടി വരികയാണ്. അതിൽ ആദ്യത്തേത് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒക്ടോബർ പകുതിയോട് കൂടി ടാറ്റയുടെ ഭാഗത്തു നിന്നുള്ള പുതിയ IPO വരികയാണ്. ആ സമയത്ത് ഏറ്റവും കൂടുതൽ നിക്ഷേപകരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 11% മുകളിലൊരു നേട്ടമായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കേസിൽ കഴിഞ്ഞ ഒരു ഓൾമോസ്റ്റ് 1.5 വർഷമായിട്ടൊരു ലോങ് കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോപ്പ്. ആൻഡ് ആ ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ നിന്നും നമുക്കിപ്പോൾ ഒരു ബ്രേക്ക് ഔട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മളൊരു ലോങ് ടേം ഇൻവെസ്റ്റർ ആണെങ്കിൽ കറക്ഷൻസ് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഈ സ്റ്റോക്കിൽ നിലവിലുള്ള ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്നത് it is at 9,756. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ 756 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. നമുക്ക് ഈ സ്റ്റോക്കിലെ പുതിയ ഓൾ ടൈം ഹൈ തന്നെ താമസിക്കാതെ കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ മറ്റു ചില ഓഹരികളിലേക്ക് വരികയാണ്. അതിൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് പ്രധാനമായിട്ടും കഴിഞ്ഞ ഈ ഒരു ഓട്ടോ സെക്ടറിൽ, അതായത് ഈ ഒരു ഫസ്റ്റ് ക്വാർട്ടർ പരിശോധിക്കുമ്പോഴേക്കും പൊതുവെ വളരെ സബ്ഡ്യൂഡ് ആയിട്ടൊരു പെർഫോമൻസ് ആയിരുന്നു പല ഓട്ടോ ഓഹരികളിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു കൺസംഷനിലൊക്കെ കുറവ് വരുന്ന സമയത്ത്. പക്ഷേ ആ ഒരു സമയത്ത് പോലും മികച്ച നമ്പേഴ്സ്, ഇൻലൈൻ ആയിട്ടുള്ള നമ്പേഴ്സ് പബ്ലിഷ് ചെയ്തൊരു കമ്പനിയാണ് അശോക് ലെയ്ലാൻഡ്. അശോക് ലെയ്ലാൻഡിനെ സംബന്ധിച്ചിട്ട് ഇന്നലെയും 3% മുകളിലുള്ളൊരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഭേദപ്പെട്ട നിലയിലുള്ളൊരു പ്രകടനം നടത്തി വരുന്നൊരു ഓഹരി കൂടിയാണ് ഇത്. അശോക് ലെയ്ലാൻഡ് ഓഹരികളുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അശോക് ലെയ്ലാൻഡിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഒരു വീക്ക്നെസ്സും കറന്റ് ലെവൽസിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് കറന്റ് ലെവൽസിലെ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഇൻഫാക്ട് ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്ക് ഈ സ്റ്റോക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ ആയിരുന്നു നൽകിയിരിക്കുന്നത്. സർ അതിനോടൊപ്പം തന്നെ ചില ഫാർമ ഓഹരികളിലേക്ക് കൂടി വരികയാണ്. അതിൽ ആദ്യമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത് വിംത ലാംസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? വിംത ലാബ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ചയായിരുന്നു പുതിയൊരു ഓൾ ടൈം ഹൈ ഈ സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. ആ ഒരു ഓൾ ടൈം ഹൈ അറൌണ്ട് 900 റുപ്പീസ് നൽകിയതിനു ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 695 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. സാർ അടുത്തായിട്ട് പിരമൽ ഫാർമയിലേക്ക് കൂടിയാണ് വരുന്നത്. പിരമൽ ഫാർമയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഈ ഓഹരിയിൽ ഏകദേശം 1.25% മുകളിലൊരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. പിരമൽ ഫാർമിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പിരമൽ ഫാർമയുടെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയർഷായി തന്നെ തുടരുന്നു. ബട്ട് സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ ഈ സ്റ്റോക്കിൽ നമുക്കൊരു നല്ല ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് 195 ബട്ട് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കണമെങ്കിൽ 212 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. സർ അടുത്തായിട്ട് ഗോദ്ഫ്രെ ഫിലിപ്പ് എന്നൊരു ഓഹരിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്റ്റോക്കിന്റെ ഇൻഫർമേഷൻ ഇപ്പൊ ലഭിക്കുന്നുണ്ട്. ഇത് അടുത്ത സെഷനിൽ കവർ ചെയ്യാം. സർ അടുത്തായിട്ട് അദാനിയിലെ ചില ഓഹരികളിലേക്കാണ് വരുന്നത്. അതിൽ ആദ്യമായിട്ട് ചോദിക്കുന്നത് അദാനി ടോട്ടൽ ഗ്യാസുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ്. ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഏകദേശം 7% ഒരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ ആ ഒരു 19% നേട്ടത്തിൽ നിന്ന് നേരിയ തോതിൽ പ്രോഫിറ്റ് ടേക്കിംഗ് മാത്രമാണ് നടന്നിരിക്കുന്നത്. അദാനി ടോട്ടൽ ഗ്യാസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അദാനി ടോട്ടൽ ഗ്യാസിന്റെ കേസിൽ കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു മേജർ മൂവ്മെന്റിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് ഇന്നലെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു ഇറ്റ്സ് എ നോർമൽ ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ്. ഈ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ഇന്നിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽ 670 മുതൽ 690 ഈ റേഞ്ചിലായിരിക്കും.
ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഈ സ്റ്റോക്കിൽ ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കും. അടുത്തായിട്ട് അദാനി എനർജി സൊല്യൂഷൻസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. അദാനി എനർജിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഇന്നലെ ഏകദേശം ഒരു 1.25% മുകളിലൊരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു 3 ട്രേഡിംഗ് സെഷൻസിലായിട്ട് മികച്ച മുന്നേറ്റം നടത്തിയ ഒരു ഓഹരി കൂടിയാണിത്. അദാനി എനർജി സൊല്യൂഷൻസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അദാനി എനർജി സൊല്യൂഷന്റെ കേസിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കൺഫേം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബട്ട് അദാനി ടോട്ടൽ ഗ്യാസിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മൾ ഒരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 912 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 963 ആയിരിക്കും. ബട്ട് കറക്ഷൻ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 880, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 850, അതിനുശേഷം 830. ഒപ്പം അദാനി പവറിലേക്ക് കൂടി വരികയാണ്. അദാനി പവറിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു പുതിയ ഓൾ ടൈം ഹൈ, ഒരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 182.70 പൈസ എന്നൊരു നിലയിലേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആ ഒരു ഹൈ ലെവൽസിൽ ഏകദേശം ഒരു 4.5% മുകളിലുള്ളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങും നേരിട്ടിട്ടുണ്ട്. അദാനി പവറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അദാനി പവറിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് മറ്റ് രണ്ട് അദാനി സ്റ്റോക്സിനെ പോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിലും പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ, എസ്പെഷ്യലി ട്രേഡിംഗ് പർപ്പസിന് നമ്മൾ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ 159 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്ക് ഈ സ്റ്റോക്കിൽ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽസ് 140 മുതൽ 150 രൂപ വരെ. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ലോ റിസ്കിൽ ബൈങ് അവസരം ലഭിക്കും. അടുത്തായിട്ട് കല്യാൺ ജ്വല്ലേഴ്സിലേക്കാണ് വരുന്നത്. കല്യാൺ ജ്വല്ലേഴ്സിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ഒരു നഷ്ടത്തിൽ തന്നെയായിരുന്നു ഒരു ഓഹരിയിൽ ഒരു ക്ലോസിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലെയും 2% മുകളിലൊരു നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഓഗസ്റ്റ് 8 വലിയൊരു മാസി സെല്ലിങ്ങിന് ശേഷം പിന്നീട് ആ ഒരു ഹൈ ലെവൽസിൽ തന്നെയാണ്, ആ ഒരു ലോ ലെവൽസിൽ തന്നെയാണ് ഓഹരിയിൽ ഇപ്പോഴും ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് നീങ്ങിയിരിക്കുന്നത്. കല്യാൺ ജ്വല്ലേഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി കല്യാണിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. സ്റ്റോക്കിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 492 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് ഡ്രീം ഫോക്സ് സർവീസ് ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു താങ്കളുടെ ഒരു അഭിപ്രായത്തിലേക്കാണ് കിടക്കുന്നത്. ഇന്നലെ ഒരു ലോവർ സർക്യൂട്ടിലായിരുന്നു ഈ ഒരു ഓഹരി ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. തുടർച്ചയായിട്ട് ഏകദേശം ഒരു സെപ്റ്റംബറിൻ്റെ ഒരു 3rd വീക്ക് മുതൽ ഇങ്ങോട്ടേക്ക് തുടർച്ചയായിട്ട് ഒരു ലോവർ സർക്യൂട്ടിലാണ് ഈ ഒരു ഓഹരിയിൽ ഇപ്പോൾ ട്രേഡിംഗ് ക്ലോസ് ചെയ്ത് വരുന്നത്. ഡ്രീം ഫോക്സ് സർവീസ് ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഡ്രീം ഫോക്സിന്റെ കേസിൽ നമുക്ക് ഇതിന്റെ ഒരു ഓൾ ടൈം ഹൈ 2023 അറൌണ്ട് 840 രൂപയ്ക്ക് എടുത്താൽ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് പ്രഷർ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. കഴിഞ്ഞ അനിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ ഈ ലോവർ സർക്യൂട്ടിൽ ക്ലോസ് ചെയ്തതിന് ശേഷം കറന്റ് ലെവൽസ് ഇസ് അറ്റ് ഓൾ ടൈം ലോ. ഈ സ്റ്റോക്കിന്റെ ബോട്ടം കണ്ടുവെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. അടുത്തായിട്ട് മോസ്റ്റിപ്പ് ടെക്നോളജീസുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. മോസ്റ്റിപ്പിനെ സംബന്ധിച്ച് 2025 ഫെബ്രുവരിയിലായിരുന്നു ഓഹരി ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഓഗസ്റ്റിൻ്റെ ഒരു ലാസ്റ്റ് വീക്കിൽ മുതൽ തുടർച്ചയായിട്ടുള്ള ഒരു മുന്നേറ്റം, ഒരു ഭേദപ്പെട്ട നല്ലൊരു പ്രകടനം അല്ലെങ്കിൽ മികച്ചൊരു റിട്ടേൺ നൽകിയ ഒരു ഓഹരി കൂടിയാണ് മോസ്റ്റിപ്പ് ടെക്നോളജീസ്. മോസ്റ്റിപ്പ് ടെക്നോളജീസിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? മോസ്റ്റിപ്പിന്റെ കേസിൽ ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നമുക്ക് സെപ്റ്റംബർ 18 നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. നമ്മൾ ട്രേഡിംഗ് പർപ്പസിന് ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 247 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 220. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചാൽ നമുക്ക് ലോ റിസ്കിൽ ഒരു പുതിയ ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. അപ്പോൾ തന്നെ SPEL സെമി കണ്ടക്ടർ ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. ഈ ഓഹരിയെ സംബന്ധിച്ചിട്ട് BSEയിൽ മാത്രമാണ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നുന്നു. ഓഹരിയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. SPEL സെമി കണ്ടക്ടർ ലിമിറ്റഡുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
SPL Semiconductor is a small cap stock and അനില ചൂണ്ടിക്കാണിച്ചതുപോലെ it is listed only on the BSE. ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഈ മാസത്തിന്റെ തുടക്കം മുതൽ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈങ് ഇൻട്രസ്റ്റ് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് ആ ഒരു മൂവ്മെന്റിലും ഒരു പ്രോബ്ലം ഞാൻ കാണുന്നത് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 200 രൂപയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമ്മൾ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 230. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 260 താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് MICL ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നൊരു ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഒരു സ്മോൾ ക്യാപ് സ്പേസിൽപ്പെട്ട ഒരു ഓഹരി കൂടിയാണ് ഇത്. ഈ ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും സെപ്റ്റംബർ 12 മുതൽ തുടർച്ചയായിട്ട് ഇങ്ങോട്ടേക്കൊരു ലോവർ ഹൈസ് ആൻഡ് ലോവർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ഓഹരി കൂടിയാണിത്. MICL ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? MIC Electronicsum, it's a small cap stock. And here the stock in the case ഓഗസ്റ്റ് മാസത്തിന് ശേഷം വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബട്ട് അഗെയിൻ ഞാൻ SPLന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. സോ കഴിഞ്ഞ ആഴ്ച ഈ സ്റ്റോക്ക് 82 രൂപയുടെ ലെവൽ എത്തിയതിനു ശേഷം കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് നേരിടുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 59 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ അഡ്വൈസും ചെയ്യുന്നുണ്ട്. പ്രദീപ് സാർ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് താങ്ക് യു. ഏതായാലും നമ്മൾ ഇന്നത്തെ ഒരു ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസ് ചെയ്തതിന് ശേഷം മാത്രം നടത്തുക. ഇവിടെ നടത്തിയിരിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല എന്നുകൂടി പ്രത്യേകം ഓർപ്പിക്കുന്നു. ഏതായാലും മാർക്കറ്റിലെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസും അതിനോടൊപ്പം തന്നെ സ്റ്റോക്ക് ന്യൂസും ഒക്കെ ആയിട്ട് അല്പസമയത്തിനകം നിങ്ങളോടൊപ്പം മാർക്കറ്റ് സ്ക്രീനിൽ വിഷ്ണുവും ഒപ്പം തന്നെ സഫാനും ജോയിൻ ചെയ്യുന്നതായിരിക്കും. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്.